അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ആഫിർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്തിന് പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. മയ്യിത്ത് നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: അഊദു ഓതൽ, ഖിബ്ലയ്ക്ക് മുന്നിടൽ, 4 തക്ബീർ ചൊല്ലൽ. ശരിയുത്തരം 4 തക്ബീർ ചൊല്ലൽ. 2. അൻസാറുകൾ മയ്യിത്തിന്റെ അടുത്ത് വെച്ച് ഓതാറുണ്ടായിരുന്നു. ഓപ്ഷൻസ്: സൂറത്തുർ റഅദ്, സൂറത്തുൽ ബഖറ, സൂറത്തു യാസീൻ. ശരിയുത്തരം സൂറത്തുൽ ബഖറ. 3. ഖസ്റും ജംഉം ജായിസല്ല. ഓപ്ഷൻസ്: അലക്ഷ്യയാത്രയിൽ, ഉല്ലാസയാത്രയിൽ, കച്ചവടയാത്രയിൽ. ശരിയുത്തരം അലക്ഷ്യയാത്രയിൽ. 4. മയ്യിത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ. ഓപ്ഷൻസ്: ജായിസ്, കറാഹത്ത്, ഹറാം. ശരിയുത്തരം കറാഹത്ത്. 5. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ മുഅക്കദായ സുന്നത്തുള്ള സമയം. ഓപ്ഷൻസ്: സുബഹിന് ശേഷം, ജുമുഅയ്ക്ക് ശേഷം, രാത്രി. ശരിയുത്തരം സുബഹിന് ശേഷം. 6. നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും എതിരാകൽ അഭംഗിയായ സുന്നത്ത്. ഓപ്ഷൻസ്: സുജൂദിലെ ദിക്ർ, ഇസ്തിറാഹത്തിലെ ഇരുത്തം, തിലാവത്തിന്റെ സുജൂദ്. ശരിയുത്തരം തിലാവത്തിന്റെ സുജൂദ്. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. മിൻ ശുറൂത്തിൽ ജുമുഅ. 8. മിൻ ആദാബിൽ ജമാഅ. 9. മിൻ ശുറൂത്തിൽ ജമാഅ. 10. മിൻ ശുറൂത്തി ജംഇ തഖ്ദീം. 11. മിൻ ശുറൂത്തി ജംഇ തഅഖീർ. ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാമിന്റെ ചലനങ്ങൾ മഅ്മൂം അറിയൽ. ബി. ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജമഇനെ കരുതൽ. സി. തർത്തീബായി ചെയ്യുക. ഡി. സഫ് നേരെയാക്കുക. ഇ. ഒന്നാം റക്അത്ത് ജമാഅത്തായി നടക്കുക. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. മിൻ ശുറൂത്തിൽ ജുമുഅ. ശരിയുത്തരം ഇ. ഒന്നാം റക്അത്ത് ജമാഅത്തായി നടക്കുക. 8. മിൻ ആദാബിൽ ജമാഅ. ശരിയുത്തരം ഡി. സഫ് നേരെയാക്കുക. 9. മിൻ ശുറൂത്തിൽ ജമാഅ. ശരിയുത്തരം എ. ഇമാമിന്റെ ചലനങ്ങൾ മഅ്മൂം അറിയൽ. 10. മിൻ ശുറൂത്തി ജംഇ തഖ്ദീം. ശരിയുത്തരം സി. തർത്തീബായി ചെയ്യുക. 11. മിൻ ശുറൂത്തി ജംഇ തഅഖീർ. ശരിയുത്തരം ബി. ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജമഇനെ കരുതൽ. EDA CB. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. മുബ്തദി, ഫാസിഖ് തുടങ്ങിയവരെ തുടർന്ന് നിസ്കരിക്കൽ ഡാഷ് ആണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് കറാഹത്ത്. മുബ്തദി, ഫാസിഖ് തുടങ്ങിയവരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. 13. നാടിന്റെ ഡാഷ് വിട്ട് കടന്നാൽ മാത്രമേ ജംഉം ഖസ്റും ജായിസാവുകയുള്ളൂ. ആവരിൽ പൂരിപ്പിക്കേണ്ടത് അതിർത്തി. നാടിന്റെ അതിർത്തി വിട്ട് കടന്നാൽ മാത്രമേ ജംഉം ഖസ്റും ജായിസാവുകയുള്ളൂ. 14. ജമാഅത്തിൽ സഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 3. ജമാഅത്തിൽ സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ്. 15. അഅ്ളമല്ലാഹു അജ്റക ഡാഷ് വഗഫർ ലിമയ്യിതിക. ആവരിൽ പൂരിപ്പിക്കേണ്ടത് വഹസന അസാഅക. അഅ്ളമല്ലാഹു അജ്റക വഹസന അസാഅക വഗഫർ ലിമയ്യിതിക. 16. മരണപ്പെട്ടത് മുതൽ 7 നാളുകളിൽ ഡാഷ് സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഭക്ഷണം നൽകുന്നത്. മരണപ്പെട്ടത് മുതൽ 7 നാളുകളിൽ ഭക്ഷണം നൽകുന്നത് സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു. 17. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു ഡാഷ് വഗ്ഫിർ ലനാ വലഹു. ആവരിൽ പൂരിപ്പിക്കേണ്ടത് വലാ തഫ്തിന്നാ ബഅദഹു. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. സ്ത്രീ മെഹ്റമില്ലാതെ യാത്ര ചെയ്യുന്നതിന്റെ ഹുക്മ്. ഉത്തരം ഹറാം. 19. നിസ്കാരം ജംഉം ഖസ്റും അനുവദനീയമാവാനുള്ള
കുറഞ്ഞ ദൂരം എത്ര? ഉത്തരം 132 കിലോമീറ്റർ. 20. മരുന്നില്ലാത്ത രോഗമേത്? ഉത്തരം വാർദ്ധക്യം. 21. മരണപ്പെട്ടത് മുതൽ എത്ര ദിവസമാണ് തൗസിയത്തിന്റെ സമയം? ഉത്തരം 3 ദിവസം. 22. ജുമ സാധുവാക്കാൻ വേണ്ടി ചുരുങ്ങിയ ആളുകൾ എത്ര? ഉത്തരം 40. 23. ജുമയിൽ ഇമാം ജമാഅത്തിനെ നിയത്ത് ചെയ്യുന്നതിന്റെ വിധിയെന്ത്? ഉത്തരം നിർബന്ധം. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഖബർ സിയാറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം ഞാൻ നിങ്ങളോട് ഖബർ സന്ദർശനം നിരോധിച്ചിരുന്നു, ഇനി ചെയ്തു കൊള്ളുക. 25. തൗസിയത്ത് ചെയ്തവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത്? ഉത്തരം ഖിയാമത്ത് നാളിൽ ആരും ആഗ്രഹിച്ചു പോകുന്ന പച്ചപ്പുടവ അവനെ അല്ലാഹു തആല ധരിപ്പിക്കുന്നതാണ്. 26. കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ ദുആ ചെയ്യണം, എന്ത്? ഉത്തരം അല്ലാഹു മഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. 27. രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ ഏത്? ഉത്തരം അസ്അലുല്ലാഹ റബ്ബൽ അർശിൽ അലീമി ഐ യശ്ഫീക്. 28. യാത്രയുടെ അദബുകളിൽ 4 എഴുതുക. ഉത്തരം ഇസ്തിഖാറത്ത് ചെയ്യുക, നല്ല കൂട്ടുകാരോടൊപ്പമാവുക, രാവിലെയാവുക, വ്യാഴാഴ്ചയാവുക തുടങ്ങിയവ. 29. ആരാണ് മസ്ബൂക്ക്? ഉത്തരം തക്ബീർ ചൊല്ലിയതിനു ശേഷം ഇമാമിനോടൊപ്പമുള്ള ഖിയാമിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. 30. ജുമയിൽ 2ാം റക്അത്തിൽ റുക്കൂഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്ത് ചെയ്യണം? ഉത്തരം ജുമയുടെ നിയത്ത് ചെയ്ത് തുടരുകയും ഇമാമിന്റെ സലാമിനു ശേഷം ദുഹ്റായി പൂർത്തീകരിക്കുകയും വേണം. 31. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് നിസ്കാരമില്ല. ആർക്ക്? ഉത്തരം അസാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. വെള്ളിയാഴ്ചയുടെ മഹത്വം. ഉത്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാകുന്നതും വെള്ളിയാഴ്ചയായിരിക്കും. അതിനാൽ ആ ദിനത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. 33. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം. 33. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം. 1. നിയത്ത് ചെയ്ത് തക്ബീർ ചൊല്ലി കൈകെട്ടി ഫാത്തിഹ സൂറത്ത് ഓതുക. നിയത്ത് ഉസല്ലി ഫർല അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല, അതായത് ഈ മയ്യിത്തിന്റെ മേൽ നിർവഹിക്കപ്പെടേണ്ട ഫർലായ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു. 2. തക്ബീർ ചൊല്ലി വീണ്ടും കൈകെട്ടി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. 3. തക്ബീർ ചൊല്ലി വീണ്ടും കൈകെട്ടി മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക. 4. തക്ബീർ ചൊല്ലി വീണ്ടും കൈകെട്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആ ശേഷം സലാം വീട്ടുക. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.